നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനൌദ്യോഗിക വിലക്കിന്റെ ഭീഷണി സിനിമയിൽ പണ്ട് കാലത്തും ഉണ്ടായിരുന്നതായി ഹേമ കമ്മിറ്റി അംഗം ടി ശാരദ. എന്നാൽ അക്കാലത്ത് അത്തരം വിലക്കുകൾ നടപ്പാക്കിയിരുന്നില്ല. സിനിമയിൽ നിലനിൽക്കുന്ന അപ്രഖ്യാപിത വിലക്കിനെതിരെ നടപടി സ്വീകരിക്കുക ബുദ്ധിമുട്ടാണെന്നും ശാരദ റിപ്പോർട്ടിൽ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. കാസ്റ്റിംഗ് കൗച്ച് പണ്ടും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ആ കാര്യത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ തയ്യാറാണ് എന്നതാണ് വ്യത്യാസം. മുമ്പ് നായകനും നായികയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ ലഭ്യത അന്നും സിനിമാ രംഗത്ത് ധാരണയായിരുന്നു. എന്നാൽ ആ വിവരം പുറത്തു വന്നാൽ അതിൽ ഉൾപ്പെട്ടവർക്ക് നാണക്കേടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കമ്മിറ്റിയിലെ 3 അംഗങ്ങളിൽ ഒരാളായിരുന്നു ശാരദ. റിപ്പോർട്ടിലെ 183 മുതൽ 189 വരെ പേജുകളിലാണ് ശാരദ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. പുതിയ കാലത്ത് സിനിമയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം ശരിയല്ലെന്നും നടി ശാരദ അഭിപ്രായപ്പെട്ടു. മറച്ചുവെക്കുക എന്നതിനേക്കാൾ ശരീരഭാഗങ്ങൾ എടുത്തുകാട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ വസ്ത്രധാരണ രീതി. പഴയ കാലത്ത് സെറ്റുകളിൽ ദ്വയാർത്ഥ പ്രയോഗം വരുന്ന തമാശകളൊന്നും ഉണ്ടായിരുന്നില്ല. നടിമാരുടെയോ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയോ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് പോലുള്ള ലൈംഗിക അതിക്രമങ്ങളും നടക്കുമായിരുന്നില്ല. ഇന്ന് ഇത്തരം പീഡനങ്ങൾ ഇല്ലെന്ന് പറയാനാകില്ല. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വാതിലിൽ മുട്ടുകേൾക്കുന്നത് സാധാരണയായിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രതിഫലമെന്ന തത്വത്തോട് യോജിക്കാനാവില്ല. പ്രേക്ഷകർ ഹീറോ ആരെന്നാണ് ആദ്യം ചോദിക്കുക. അതുകൊണ്ട് തന്നെ തുല്യവേതനം അംഗീകരിക്കാനാവില്ല. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് തുറന്നു സംസാരിക്കാൻ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സധൈര്യം മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ അത്തരക്കാർ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. നിലവിലെ അവസ്ഥ മാറ്റുക എളുപ്പമല്ല. താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമായുള്ള ക്ഷേമനിധി ഫണ്ട് ഒരുക്കണമെന്നും ശാരദ ആവശ്യപ്പെടുന്നു. ജോലിയില്ലാത്ത വൃദ്ധരും ദരിദ്രരുമായ കലാകാരന്മാർക്കായി ആകണം ആ ഫണ്ട് സ്വരൂപിക്കേണ്ടത്. ക്ഷേമനിധിക്ക് ആദായ നികുതി ഒഴിവാക്കണമെന്നും ശാരദ ആവശ്യപ്പെടുന്നുണ്ട്.